നമസ്കാരം. മറ്റൊരു വാർത്തയുമായി വീണ്ടും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിയാണ്. സിനിമാ സമരവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് വാർത്ത ഇന്നും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് ഫെഫ്കയുടെ കീഴിലുള്ള സംവിധായകരുടെ അസോസിയേഷൻ്റെ പൊതുയോഗമായിരുന്നു, ഡയറക്ടേഴ്സ് യൂണിയൻ്റെ പൊതുയോഗമായിരുന്നു. ആ പൊതുയോഗത്തിൽ ഇലക്ഷൻ നടക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് അവിടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഡയറക്ടേഴ്സ് യൂണിയൻ പൊതുയോഗത്തിൽ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ആ പാസ്സാക്കിയത് കൃത്യമാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നിർമ്മാതാക്കളുടെ സംഘടന ഒരു സമരം പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപനത്തോടുകൂടി വലിയ രീതിയിൽ പൊട്ടിത്തെറികൾ സംഭവിക്കുകയും ചെയ്തു. അത് അന്നത്തെ യോഗത്തിൽ ഫെഫ്ക ഉൾപ്പെടെ ഉള്ളവർ പങ്കെടുത്തതാണ്. പക്ഷേ ഒരു വാർത്താ സമ്മേളനം എന്നുള്ള കാര്യത്തിലേക്ക് ഫെഫ്ക ഒന്നും അറിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോയി എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ സമരം പ്രഖ്യാപിച്ചതിനെതിരെ താരസംഘടന ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വരികയും താരസംഘടനയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചതുമായി ബന്ധപ്പെട്ട് താരസംഘടന രംഗത്ത് വന്നു. അതോടൊപ്പം തന്നെ ആന്റണി പെരുമ്പാവൂരിനെതിരെ അദ്ദേഹത്തിൻ്റെ സിനിമയുമായി ബന്ധപ്പെട്ട് 141 കോടി രൂപ മുടക്കമുണ്ടെന്ന് സുരേഷ് കുമാർ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അത് വലിയ വിവാദമാകുകയും ചെയ്തു. പിന്നീട് ആ ഫേസ്ബുക്ക് മോഹൻലാൽ ഉൾപ്പെടെയുള്ള പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവർ ഷെയർ ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ വീണ്ടും നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് ഒരു തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തു. അതോടൊപ്പം തന്നെ താരസംഘടന അമ്മ ഒരു ഔദ്യോഗികമായ ഒരു വാർത്താ സമ്മേളനം ജയൻ ചേർത്തല നടത്തിയിരുന്നു. അതിനെതിരെ വക്കീൽ നോട്ടീസ് നിർമ്മാതാക്കളുടെ സംഘടന അയച്ചു. പിന്നീട് ബാബുരാജ് തന്നെ സംഘടനയുടെ കൃത്യമായ നിലപാടാണ് ജയൻ ചേർത്തല അറിയിച്ചതെന്ന് നമുക്ക് നൽകിയ അഭിമുഖത്തിൽ ഫോൺ സംഭാഷണത്തിൽ പറയുന്നത്. അത് പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് തന്നെ രംഗത്ത് വന്നു. ഇതിനിടയിലാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഫെഫ്കയുടെ കീഴിലുള്ള ഡയറക്ടേഴ്സ് യൂണിയൻ ഇപ്പോൾ ഒരു പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നിർമ്മാതാക്കളുടെ സംഘടന സമരവുമായി മുന്നോട്ട് പോകുന്ന എതിർത്തുകൊണ്ടുള്ള ഒരു പ്രമേയമാണ് പാസ്സാക്കിയതെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. പ്രമേയത്തിൻ്റെ ഉള്ളടക്കം ഇപ്രകാരമാണ്: ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കണമെന്നും ഫെഫ്കയുടെ നിലപാടിൽ പ്രസക്തിയുണ്ടെന്നും മലയാള ചലച്ചിത്ര മേഖലയെ സ്തംഭിപ്പിക്കുന്ന സമരപരിപാടി ഒഴിവാക്കേണ്ടതാണെന്നും സംവിധായകരുടെ സംഘടന പറയുകയാണ്. അർത്ഥപൂർണമായ ആശയവിനിമയത്തിലൂടെ പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല. അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതാണ് വേണ്ടത്, അല്ലാതെ സമരത്തിലേക്കല്ല പോകേണ്ടതെന്നാണ് ഈ പ്രമേയത്തിൽ പറയുന്നത്. സംവിധായകനെ ബ്ലെസ്സിയാണ് ഈ പ്രമേയം പാസ്സാക്കിയത്. നമുക്കറിയാം, സംവിധായകനെ ബ്ലെസ്സി ഈ പൊതുയോഗത്തിൽ പ്രമേയം പാസ്സാക്കുന്നു. അത് പിന്താങ്ങുന്നത് അൻവർ റഷീദാണ്. ഇവരൊക്കെ മുതിർന്ന സംവിധായകരാണ്. അൻവർ റഷീദ് പിന്താങ്ങുന്നു. പിന്നീട് ഒന്നടങ്കം കൈയടിച്ച് പാസ്സാക്കുന്നു. സംവിധായകരുടെ അസോസിയേഷൻ പ്രമേയം പാസ്സാക്കുന്നു. ഫെഫ്ക എന്നൊരു സംഘടനയുടെ കീഴിലാണ്. ഫെഫ്കയുടെ അറിവോടുകൂടി തന്നെയാണ് ഈ ഒരു കാര്യങ്ങൾ നടപ്പാക്കുന്നത്. അങ്ങനെയെങ്കിൽ നിർമ്മാതാക്കളുടെ സംഘടനയെ തള്ളുന്ന ഒരു നിലയിലേക്കാണ് കാര്യം പോയത്. എന്നാൽ നിർമ്മാതാക്കൾക്ക് അനുകൂലമായ ഒരു നിലപാടും ഈ സംഘടന ആ പ്രമേയത്തിൽ പറയുന്നുണ്ട്. ഇരട്ട നികുതിക്ക് അടക്കമുള്ള പ്രശ്നങ്ങളിൽ സർക്കാരുമായി ചർച്ചകൾ നടത്തണമെന്നും പ്രമേയത്തിൽ അവതരിപ്പിച്ചു. മലയാള സിനിമ തകർച്ചയുടെ വക്കിലാണെന്നും പല നിർമ്മാതാക്കളും നാട് വിട്ടു പോകേണ്ട അവസ്ഥയിലാണ് ഉള്ളതെന്നും കൃത്യമായി തന്നെ ഈ സംഘടന ഈ പ്രമേയത്തിൽ പറഞ്ഞു. പല നിർമ്മാതാക്കളും വലിയ ദുരിതത്തിലാണ്, അവർ നാട് വിട്ടു പോകേണ്ട ഒരു കാര്യമാണ്. ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് വേണം കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ. അല്ലാതെ പെട്ടെന്നൊരു എടുത്തുചാടി ഒരു സമരം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. തൊഴിലാളികളെ പട്ടിണിക്ക് ഇട്ടുകൊണ്ട് ഒരു സമരത്തിന് എന്തായാലും ഉണ്ടാകില്ല എന്ന് ഫെഫ്കയുടെ നേതൃത്വത്തിലുള്ള സംവിധായകരുടെ അസോസിയേഷൻ പ്രമേയം പാസ്സാക്കുമ്പോൾ നിർമ്മാതാക്കൾക്ക് അത് വലിയൊരു തിരിച്ചടി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിർമ്മാതാക്കളുടെ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാറാണ് അന്ന് വാർത്താ സമ്മേളനത്തിൽ സമരം നടത്താൻ തീരുമാനിച്ചത്. അത് എല്ലാ സംഘടനകളും കൂടി തീരുമാനിച്ചതെന്നാണ് സുരേഷ് കുമാർ പറഞ്ഞത്. എന്നാൽ ആ സംഘടനയെ ഫെഫ്ക ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു, ഫിയോക്ക് പങ്കെടുത്തിരുന്നു. ഇവരെല്ലാം കൂടിയെടുത്ത തീരുമാനമെന്ന് പറയുമ്പോൾ ഫെഫ്ക ഇത്തരമൊരു ഡയറക്ടേഴ്സ് യൂണിയൻ പ്രമേയം ഇറക്കുമ്പോൾ അതിൻ്റെ ഉള്ളടക്കമാണ് നമുക്ക് മനസ്സിലാകേണ്ടത്. അങ്ങനെ ഒരു തീരുമാനം കൂടെ ഉണ്ടായിട്ടുണ്ടോ, സമരം എന്നൊരു പ്രഖ്യാപനം ഉണ്ടായോ എന്ന കാര്യത്തിൽ സംശയമാണ് ഉള്ളത്. എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും തൊഴിലാളികളെ പട്ടിണിക്കിട്ടുകൊണ്ട് ഒരു സമരത്തിലേക്ക് പോകാൻ സാധ്യതയില്ല, സമരത്തിലേക്ക് പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് ആ പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത്. ഇതൊരു തിരിച്ചടിയായിട്ടുണ്ട്. ആന്റണി പെരുമ്പാവൂരിൻ്റെ വിഷയമാണെങ്കിൽ ആന്റണി പെരുമ്പാവൂരിൻ്റെ വിഷയം നമുക്കറിയാം. ആന്റണി പെരുമ്പാവൂർ കൃത്യമായി തൻ്റെ എമ്പുരാൻ്റെ സിനിമയുടെ കാര്യങ്ങൾ ആരെയും ചുമതലപ്പെടുത്തില്ല. അത് പറഞ്ഞതിന് കൃത്യമായി തിരുത്ത് വേണമെന്ന് ആവശ്യപ്പെട്ട് നിർമ്മാതാക്കളുടെ സംഘടന അത്തരം ഒരു തിരുത്ത് കൊടുത്തില്ല. പിന്നീട് സുരേഷ് കുമാർ അത് പിൻവലിക്കുന്നുവെന്ന് ഒരു മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തൃപ്തനാകാതെ ഔദ്യോഗികമായൊരു പ്രഖ്യാപനം വേണമെന്നായിരുന്നു ഇദ്ദേഹം ആവശ്യപ്പെട്ടത്. അത് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ആന്റണി പെരുമ്പാവൂർ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിലൂടെ കൃത്യമായ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ താരങ്ങളുടെ ശമ്പളം കുറയ്ക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചു. താരങ്ങളുടെ ശമ്പളം കുറയ്ക്കലുമായി ബന്ധപ്പെട്ട് താരസംഘടന അമ്മയെ യോഗത്തിന് വിളിക്കാത്തതിൽ അമർഷമുണ്ട്. അതോടൊപ്പം തന്നെ താരങ്ങൾ നിർമ്മാതാക്കളായാൽ അവരുടെ സിനിമ പ്രദർശിപ്പിക്കില്ല എന്ന് പറഞ്ഞു വലിയ എതിർപ്പുണ്ടായി. എന്തായാലും ഇപ്പോൾ നിലവിൽ താരസംഘടനയായ അമ്മയുടെയും അതോടൊപ്പം തന്നെ ഫെഫ്കയുടെയൊക്കെ ഒരു എതിർപ്പ് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് ഉണ്ടായിരിക്കുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും നാളെ 24-ാം തീയതി
അനൗദ്യോഗികമായ ചർച്ചകൾ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. ഇത് ഒത്തൊരുമയിൽ പോകാനുള്ള ശ്രമങ്ങൾ നടത്തുന്നില്ല. അത് മുതിർന്ന താരങ്ങളും നിർമ്മാതാക്കളുമായി ചർച്ചകളുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ ബോഡി, ഈ സംഘടനയുടെ ബോഡിയായ ചേംബറിൻ്റെ നേതൃത്വത്തിൽ നാളെ യോഗമുണ്ട്. ചേംബർ ഒരു സൂചനാ പണിമുടക്ക് എന്ന നിലയിലേക്ക് പോകണമെന്ന് നിർമ്മാതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു. ആ സൂചനാ പണിമുടക്കിൻ്റെ ഡേറ്റ് എടുക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു എന്ന് കിട്ടുന്നു. അങ്ങനെ എടുക്കുന്ന തീരുമാനത്തിൻ്റെ ഇടയിലാണ് ഇപ്പോൾ സംവിധായകരുടെ സംഘടന ഇന്നത്തെ വാർഷിക പൊതുയോഗത്തിൽ ഒരു കാരണവശാലും സമരത്തിന് പിന്തുണയില്ല എന്ന് പ്രഖ്യാപിച്ചതും നിർമ്മാതാക്കൾ വീണ്ടും പ്രതിസന്ധിയിലാകുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. 24-ാം തീയതിയിലത്തെ ചേംബറിൻ്റെ മീറ്റിംഗ്, അതിൻ്റെ ഇടയിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി മുതിർന്ന താരങ്ങൾ, മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയുള്ള ഉൾപ്പെടെയുള്ള മുതിർന്ന താരങ്ങളും നിർമ്മാതാക്കളുടെ മുതിർന്ന ആളുകളുമായി ഒരു ചർച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അനൗദ്യോഗികമായ ചർച്ചയാണ്, അത് എവിടെയാണെന്ന് നമുക്കറിയില്ല. അങ്ങനെ ഒരു ചർച്ച ഉണ്ട്. അതിനുശേഷം ഒരു തീരുമാനത്തിലെത്താനുള്ള സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ ഇതുമായി മുന്നോട്ട് പോകാൻ, ഈ സമരം മുന്നോട്ട് കൊണ്ടാകാതെ ഒത്തൊരുമയോടുകൂടി പോകാനുള്ള ശ്രമം പല ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. അതോടൊപ്പം തന്നെ സർക്കാരിനെതിരെയുള്ള ഒരു സമരപ്രഖ്യാപനത്തിലേക്കാണ് പോകേണ്ടത്. അല്ലാതെ സംഘടനയ്ക്കുള്ളിൽ വിള്ളലുണ്ടാക്കിയുള്ള ഒരു സമരപ്രഖ്യാപനത്തിൽ പോകുന്നത് ശരിയല്ല എന്നും കൂടുതൽ അംഗങ്ങളുടെ അഭിപ്രായമുണ്ട് എന്ന് വിവരവും നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.